ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. 2025 ഗംഭീര ലൈനപ്പുകളുമായി മമ്മൂട്ടി സിനിമകൾ. മമ്മൂട്ടിയുടേതായി ആദ്യം പുറത്തിറങ്ങാൻ പോകുന്നത് ബസൂക്ക എന്ന ചിത്രമാണ്. ഏപ്രിൽ 10 സിനിമയുടെ റിലീസ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനുശേഷം കളം കാവൽ എന്ന മമ്മൂട്ടി ചിത്രമാണ് വരാൻ പോകുന്നത്. ജൂണിലായിരിക്കാം സിനിമയുടെ റിലീസ് എന്നാണ് ഏറെക്കുറെ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളും. അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്ന കാര്യം പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഒപ്പം നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ 60,000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ആ റേഞ്ചിലേക്ക് നമ്മളും എത്തും. എന്തായാലും ഇവിടെ കാണാൻ കഴിയുന്ന കാര്യം വേറെ ഒന്നുമല്ല, ബസൂക്ക എന്ന ചിത്രമാണ്. ഏറെ നാളിന് ശേഷമാണ് മമ്മൂട്ടിയുടെ ഈ ഒരു സിനിമ റിലീസിന് ഒരുങ്ങുന്നത്. ഏകദേശം 3-4 വർഷമെടുത്തു സിനിമയുടെ അപ്ഡേറ്റുകളും കാര്യങ്ങളുമൊക്കെയായി തുടക്കം മുതൽ ലാഗ് ചെയ്തു വരുന്ന ഈ ഒരു സിനിമ ഇന്ന് മമ്മൂട്ടി സിനിമകളിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗ് ചെയ്തു വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് നന്നായി ചെയ്യുന്ന സിനിമയായി മാറുകയിരിക്കുകയാണ്. വലിയ ബഡ്ജറ്റിൽ വരുന്ന സിനിമയാണ് ബസൂക്ക. ഡീൻ ഡിനു ഡെന്നീസിൻ്റെ ഈ ഒരു ചിത്രം അദ്ദേഹത്തിൻ്റെ സ്വപ്ന പദ്ധതി തന്നെയാണ്. ഏകദേശം 7-8 വർഷമെടുത്തു അദ്ദേഹം മമ്മൂട്ടിയിലേക്ക് എത്താൻ. പിന്നീട് ഏകദേശം 3-4 വർഷമെടുത്തു ഈ ഒരു സിനിമയിലേക്കും, അല്ലെങ്കിൽ സിനിമ റിലീസ് ചെയ്യുന്ന ആ ഒരു ഏരിയ വരെ എത്താൻ. 350-ന് മുകളിലുള്ള തിയേറ്ററുകളിലായിരിക്കാം ഈ സിനിമ വരുന്നത് എന്നുള്ളതാണ്. കളം കാവൽ മമ്മൂട്ടി വില്ലനായി നിറഞ്ഞാടാൻ പോകുന്ന ചിത്രം തന്നെയാണ്. ജൂണിലെത്തുമ്പോൾ അത് മമ്മൂട്ടിയിൽ നിന്ന് സ്ഥിരം നമ്മൾ കാണുന്ന വ്യത്യസ്തത പുലർത്തുന്ന ചിത്രങ്ങളുടെ പട്ടികയിലേക്ക് ഒരെണ്ണം കൂടി ആഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ മമ്മൂട്ടി മികവ് നമ്മൾ കണ്ടെങ്കിൽ ഈ കുറി കളം കാവലിലൂടെ വീണ്ടും കാണാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. അടുത്തത് MN മൂവിയാണ് വരാൻ പോകുന്നത്. അതിൻ്റെ പേരും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. മമ്മൂട്ടി സിനിമകൾക്ക് മാത്രം പേരിടൽ ഇച്ചിരി ബുദ്ധിമുട്ടും കാര്യങ്ങളും, അല്ലെങ്കിൽ അവസാന നിമിഷം വരെ കൊണ്ടുപോകുന്ന കാര്യങ്ങളും. എന്തായാലും വലിയ താമസമില്ലാതെ ഈ ഒരു സിനിമയുടെ ടൈറ്റിൽ പുറത്തു വരും എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഒരുപാട് പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. എന്തുകൊണ്ട് ഇത്ര ഗംഭീരമായി 100 കോടിയോളം ബഡ്ജറ്റിൽ വരുന്ന മമ്മൂട്ടി സിനിമയ്ക്ക്, അല്ലെങ്കിൽ മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ എല്ലാവരും ചേർന്ന് വരുന്ന ഈ ഒരു സിനിമയ്ക്ക് ഒരു പേരിടാൻ ഇത്ര വലിയ ബുദ്ധിമുട്ടോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ടൈറ്റിൽ വരുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. 6 മാസത്തെ ചിത്രീകരണമാണ്. 16 കോടിയോളമാണ് മമ്മൂട്ടിയുടെ മാത്രം റിന്യൂമറേഷനായി ഈ സിനിമയിൽ പറയുന്നത്. മോഹൻലാൽ 15 കോടിയോളം ആണ് മോഹൻലാലിൻ്റെ റിന്യൂമറേഷനായിട്ടും പറയുന്നത്. എന്താണെങ്കിലും ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെ മലയാളത്തിലെ വലിയ 2 അല്ലെങ്കിൽ 3 മമ്മൂട്ടി ചിത്രങ്ങൾ ചെയ്യാനുള്ള കാശ് അതിൽ നിന്ന് തന്നെ ഉണ്ട് എന്ന് നമുക്കറിയാം. ഇവിടെ നമുക്ക് പൂജ റിലീസായിട്ടാണ് സിനിമ വരാൻ പോകുന്നത്. ഒരു പക്ഷേ കേരളത്തിലെ എല്ലാ തിയേറ്ററുകളും, എമ്പുരാന് ശേഷം കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും ഓടുന്ന ആദ്യ സിനിമ, അല്ലെങ്കിൽ രണ്ടാമത്തെ സിനിമയായി വരുമെന്നുള്ളതാണ്. 700-ന് മുകളിലുള്ള സ്ക്രീനുകൾ ഈ സിനിമ ഉറപ്പിച്ചിരിക്കുന്നത് തന്നെയാണ്. അടുത്തതായി മമ്മൂട്ടിയുടെ ലൈനപ്പുകളാണ്. നിതീഷ് സഹദേവിൻ്റെ മൂവിയാണ് അടുത്തതായി മമ്മൂട്ടി ചെയ്യാൻ പോകുന്നത്. MN മൂവി കഴിഞ്ഞാൽ നിതീഷ് സഹദേവൻ സിനിമയിലേക്കായിരിക്കാം മമ്മൂട്ടിയുടെ ജോയിനിങ്. അതും 2 മാസമോളമായിരിക്കുമെന്ന് കേൾക്കുന്നു. അതിനുശേഷം ഖാലിദ് റഹ്മാൻ്റെ സിനിമയാണ്, അതായത് ഉണ്ട എന്ന സിനിമ ചെയ്തിരുന്ന ഖാലിദ് റഹ്മാൻ്റെയാണ്. അതുകൂടാതെ ടിനു പാപ്പച്ചൻ സിനിമയാണ് മമ്മൂട്ടിയുടെ പ്രൊജക്റ്റുകളിൽ ക്യൂവിൽ നിൽക്കുന്ന അടുത്ത 3 അതുകൂടാതെ വലിയ ഒരു ലൈനപ്പ് തന്നെ നമുക്ക് കേൾക്കാൻ കഴിയുന്നു. എന്തിന് ഇവിടെ പിഷാരടിയുടെ കൂടെ തന്നെ മമ്മൂട്ടി ചെയ്യുന്നു എന്നുള്ള ഒരു സിനിമ ചെയ്യുന്നു എന്നുള്ള വാർത്തകൾ ഒക്കെ ഇന്നലെ വന്നിരിക്കുന്നതാണ്. ഈ 3 സിനിമകളാണ് അടുപ്പിച്ച് മമ്മൂട്ടിയുടേതായി ഇറങ്ങാനുള്ളത്. അടുത്ത 3 മമ്മൂട്ടിയിൽ നിന്ന് ചിത്രീകരണം ആരംഭിക്കാനുള്ളത്. ബാക്കിയെല്ലാം ലൈനപ്പുകളിൽ നിൽക്കുന്നു. എന്തായാലും ഇതുവരെയുള്ള 2000-ന് ശേഷം, അല്ലെങ്കിൽ 2018-ന് ശേഷമുള്ള മമ്മൂട്ടി ചിത്രങ്ങളുടെ ആ ഒരു മികവ് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ വരുന്ന സിനിമകളിലെല്ലാം തന്നെ മമ്മൂട്ടിക്ക് നന്നായി പെർഫോം ചെയ്യാനുള്ള കാര്യങ്ങൾ അദ്ദേഹം ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് മലയാള സിനിമയുടെ തമ്പുരാനായി മമ്മൂട്ടി മാറുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു സിനിമകൾ, ഈ 3 സിനിമകളിൽ നിങ്ങൾ കാത്തിരിക്കുന്ന ഏതാണ് എന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. ബസൂക്കയാണോ, കളം കാവലാണോ, അതോ MN മൂവിയാണോ? നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.